നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ സകല കർമ്മങ്ങളെയും എന്നിൽ അർപ്പിച്ചുകൊണ്ട്, എനിക്കായി സമർപ്പിച്ചുകൊണ്ട്, എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. തന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ടുതന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരൂ. ജീവാത്മാവിന്റെ മൂലസ്വരൂപമാണ് ഈ ആശ്രിതത്വം. ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തന്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ, ജീവാത്മാവിന് പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് ഒരു സൈന്യാധിപൻ എന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ്. ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം. അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം. കൃഷ്ണന്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല, മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത്. എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്രേ ഭഗവാൻ. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പൂർണ്ണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ അധ്യാത്മ ചേതസ് എന്നറിയപ്പെടുന്നു. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ്. ഒരു കാഷിയർ തന്റെ യജമാനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു, എങ്കിലും ഒരു ചില്ലി പോലും തന്റേതെന്ന് അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, എല്ലാം ഭഗവാന്റേതു മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: കൃഷ്ണാവബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശം ഉന്നയിക്കില്ല. നാം ചെയ്യുന്ന ഏതൊരു കർത്തവ്യവും കൃഷ്ണാവബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ടുതന്നെ മുക്തിമാർഗം പ്രാപിക്കാം. ശ്ലോകം 31. യേ മേ മദമിദം നിത്യമനുതിഷ്ഠന്തി മാനവഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേഭി കർമ്മഭിഃ. ഏതു മനുഷ്യരാണോ എൻ്റെ ഈ നിർദ്ദേശത്തെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അസൂയയില്ലാത്തവരായിട്ട് നിത്യവും അനുഷ്ഠിക്കുന്നുവോ, അവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു.